ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാൻ എല്ലാവർക്കും സ്വാഗതം. ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിഭ രംഗനാഥ് അഭിനയിക്കുന്ന പടം അവിടുത്തെ റിലീസ് ഫെബ്രുവരി 14 എന്നുള്ള ഒഫീഷ്യലി കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ എടുക്കാം. ഒരു നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്, ഒരു കളർഫുൾ പോസ്റ്റർ. പിന്നെ ഗാട്ടി എന്ന് പറഞ്ഞ അവിടത്തിൽ നിന്ന് വിക്രം പ്രഭുവിന്റെ ബർത്ത്ഡേ ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അനുഷ്ക ശെട്ടിയാണ് മെയിൻ ആയിട്ട് പടത്തിൽ അഭിനയിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഒരു ഗ്ലിംസും വരും എന്ന് പറഞ്ഞ ആളുടെ അത് വന്നിട്ടുണ്ട്. പിന്നെ ഇൻട്രസ്റ്റെല്ലാർ എന്ന് പറഞ്ഞ പടം ഇന്ത്യയിൽ വീണ്ടും റിലീസിന് വരികയാണ് ഫെബ്രുവരി 7 ഐമാക്സിലൊക്കെ ഉണ്ടാവും. പിന്നെ ഗഗന മാർഗം എന്ന് പറഞ്ഞിട്ടുള്ള വിജയന്റെ അടുത്തിലത്തെ സൊല്ലിടുമ എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് വീഡിയോ ഇന്ന് 5 മണിക്ക് വരും എന്നുള്ള കൺഫേം ചെയ്തു. പിന്നെ ബോട്ടിൽ രാധ എന്ന് പറഞ്ഞ അവിടത്തിന്റെ ട്രെയിലർ നാളെ വരും എന്നുള്ള കൺഫേം ചെയ്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ 18 തീയതി. പിന്നെ ട്രെയിൻ എന്ന് പറഞ്ഞ അവിടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഗ്ലിംസ് ആയിട്ട് ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. വിജയ് സേതുപതിയുടെ ബർത്ത്ഡേ ആയിട്ട് ഇറക്കിയിട്ടുള്ളതാണ്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഗ്ലിംസ് ആയിട്ടാണ് തോന്നി. പിന്നെ ഐസ് എന്ന് പറഞ്ഞ അവിടത്തിന്റെ ഭാഗത്തുനിന്ന് ഗ്ലിംസ് പുറത്തിറങ്ങിയിട്ട് അതും കുഴപ്പമില്ലാത്ത രീതിയിലാണ് തോന്നിയത്. പിന്നെ പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ അവിടത്തിന്റെ യുകെയിലത്തെ തിയേറ്റർ ലിസ്റ്റും അയർലൻഡിന്റെ തിയേറ്റർ ലിസ്റ്റും വന്നിട്ടുണ്ട്. പിന്നെ ജർമ്മനിന്റെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ നെതർലാൻഡ്സിലത്തെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ യുഎസിലത്തെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ സൗത്ത് ഇന്ത്യയിലത്തെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലത്തെ വന്നിട്ടുണ്ട്. അതേമാതിരി കേരളത്തിലത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും തിയേറ്റർ ലിസ്റ്റിന്റെ പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ ഇതിന്റെ ഫൈനൽ പ്രീ സെയിൽസ് കളക്ഷനായി പറഞ്ഞിട്ടുള്ളത് 54.31 ലക്ഷമാണ്. പിന്നെ ദിൽറൂബ എന്ന് പറഞ്ഞ ഫസ്റ്റ് സിംഗിൾ അഗ്ഗിപ്പുല്ല എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ജനുവരി 18 എന്ന് വെച്ചാൽ നാളെ പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ യു എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റ്ഫ്ലിക്സിന്റെ ഒരു സീരീസ് വരുന്നുണ്ട്, അത് ഏപ്രിൽ 24 അറിയിച്ചുകൊണ്ട് പുതിയ പോസ്റ്റർ ഇറക്കി. പിന്നെ നിലാവ് കെന്മേൽ എന്നാടി കോപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്ട് ചെയ്യുന്ന 3ാമത്തെ പടം അവിടത്തിന്റെ റിലീസ് ഫെബ്രുവരി 7 ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് പ്രീപോൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. ജനുവരി 30 ആക്കി എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും കൺഫേം ആയിട്ടൊന്നുമില്ല. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞാൽ നാഗചൈതന്യം അഭിനയിക്കുന്ന പടത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇന്ന് രാവിലെ 17 വരിക. പിന്നെ ചാവ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഡിസംബറിൽ റിലീസ് ആവായിരുന്നതാണ്, മാറ്റി ചെയ്തെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഫെബ്രുവരി 14 2025 പടം റിലീസ് ആവുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ ട്രെയിലർ ഈ ജനുവരി 22 വരെ എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞ പടത്തിലത്തെ ഡിലീറ്റഡ് സീനും പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ലഭ്യമായിട്ടുണ്ട്, വേണ്ടവർക്ക് കണ്ടോക്കാവുന്നതാണ്. പിന്നെ സുവർണ്ണ ചരിത്രം എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഇതിൽ മമ്മൂട്ടിയുടെ കാറിന്റെ നമ്പർ ഉള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ജനുവരി 16 എന്നുവെച്ചാൽ ഇന്നലെ OTT റിലീസ് ആയിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിലൂടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരും എന്നുള്ളത്. എന്തായാലും പടം നല്ല പടമായിട്ടാണ് തോന്നിയത്. ഇതിന്റെ റേറ്റിംഗ് പറയുകയാണ് 10 ആയിട്ട് കൊടുക്കും. പിന്നെ പണി എന്ന് പറഞ്ഞിട്ടുള്ള ജോർജിന്റെ പടം പുറത്തിറങ്ങിയിരുന്നു, അതൊരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പടമായിട്ടാണ് തോന്നിയത്. ഇതിന്റെ റേറ്റിംഗ് പറയുകയാണെങ്കിൽ 10 6 ആയിട്ടേ ഞാൻ കൊടുക്കത്തുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും 2 പടത്തിനെ കുറിച്ചും താഴെ കമന്റ് ചെയ്യുക. പിന്നെ സംക്രാന്തി ഫസ്റ്റ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് ഈസ് ദ വേൾഡ് വൈഡ് കളക്ഷൻ 34.20 കോടിയാണെന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. ഇതിൽ നോർത്ത് അമേരിക്കയിൽ മാത്രം 1 മില്യൺ പ്ലസ് കളക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മതഗജരാജ എന്ന് പറഞ്ഞിട്ടുള്ള പടം 2012 റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന വിശാലിൻ്റെ പടമാണ്. ആ പടം പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 20.75 കോടി നേടിയിട്ടുണ്ട് 4 ദിവസം കൊണ്ട്. പിന്നെ ഡൊമിനിക് എൻ്റെ ലേഡീസ് വേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ പടം ജനുവരി 23 പുറത്തിറങ്ങുന്നത്. അപ്പോൾ 10 days to go എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നു, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഒരു CI ഡൊമിനിക് ഡയറി കുറിപ്പ് നാളെ മുതൽ എന്നുള്ള രീതിയിലൊരു ഡയറി ഇങ്ങനെ വെച്ചിട്ടുള്ള രീതിയിലൊരു പോസ്റ്റർ ഇറക്കിയിരുന്നു. വേറെ നല്ല ക്യാരക്ടർ പോസ്റ്റേഴ്സ് ആണ്. എന്തായാലും 8 days to go എന്ന് പറഞ്ഞിട്ട് വിജയ് വെങ്കടേഷിൻ്റെ പേര് മാധുരി എന്നുള്ളതാണ് കൊടുത്തുകൊണ്ട് ഡയറിയിലത്തെ പേജുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി വിജയ് ബാബുവിൻ്റെ പേര് ടോണി എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് 7 days to go പോസ്റ്റർ കണ്ടിട്ടുണ്ട്. അതും പേജ് ഇങ്ങനെ മറിച്ചിട്ടുള്ള രീതിയിലാണ്. ഇതിൽ ഓരോ ദിവസം 15, 16 എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. 23 ദിവസം തിയേറ്ററിൽ പടം റിലീസാവും, അതാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് മാർവൽ സ്റ്റുഡിയോസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിന്റെ ഒരു ടീസർ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും മാർച്ച് 4 സീരീസ് പുറത്തിറങ്ങിയ ടീസർ ട്രെയിലർ കണ്ടിട്ട് ഒരു നല്ല സംഭവം തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായാലും കണ്ടറിയാം. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസിന്റെ വരാൻ പോണ പടം ആ പടത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയെന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ദുൽഖർ സൽമാന്റെ കാന്ത എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന് ഷൂട്ടിംഗ് മൊത്തം കംപ്ലീറ്റ് ആയെന്നുള്ളതാണ് കേൾക്കുന്നത്. ഇതെല്ലാം പടത്തിന്റെ OTT റൈറ്റ്സ് എടുത്തിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണെന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞ പടം 4 ദിവസം കൊണ്ട് 105 കോടിയിലും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. ഒഫീഷ്യലായ ഒരു പോസ്റ്റർ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ വിടാമർച്ചി എന്ന് പറഞ്ഞിട്ടുള്ള അജിത് കുമാറിന്റെ പടത്തിന്റെ റിലീസ് ഡേറ്റ് മാറ്റിച്ചായിരുന്നു. എന്തായാലും അതിന്റെ ട്രെയിലർ ഇന്നലെ വരുന്നുള്ള മിഞ്ഞാന്ന് പോസ്റ്റർ ഇറക്കിയിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അത് 6:40 പുറത്തിറങ്ങാനുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു സൺ TVയിലൂടെ യൂട്യൂബിൽ. എന്തായാലും ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. പടം ഉണ്ടാവുന്നുള്ള കണ്ടറിയാം. ഫെബ്രുവരി 6 പടത്തിന്റെ പുതിയ റിലീസ് ഡേറ്റ് ആയിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളൂ, ഉറപ്പിച്ചിട്ടുള്ളൂ. പിന്നെ LT അമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള പൃഥ്വിരാജ് ഡയറക്ഷൻ ചെയ്യുന്ന മോഹൻലാലിന്റെ പടം ആ പടത്തിന്റെ ഒരു പോസ്റ്റർ 21 വരെ എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ടോവിനോ തോമസിന്റെ ബർത്ത്ഡേ ആയിട്ട് ടോവിനോ തോമസിന്റെ പോസ്റ്റർ ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ടീച്ചറിന്റെ കാര്യം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി 25 ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ ആട് 3 എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് ഏപ്രിൽ 2025 എന്ന് വെച്ചാൽ ഈ വർഷം ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പടത്തിൻ്റെ റിലീസായി പറഞ്ഞു കേൾക്കുന്നത് ക്രിസ്മസിനാണ്, ഈ വർഷം തന്നെ, എന്നുവെച്ചാൽ ഡിസംബറിലായിട്ട്. പിന്നെ ജയസൂരും വിനായകരും കൂടിയിട്ടുള്ള ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രിൻസാണ് പടം ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. അനുഗ്രഹീതൻ ആന്റണി എന്ന് പറഞ്ഞിട്ടുള്ള പടം എടുത്ത ആൾ. എന്തായാലും മിഥുൻ മാനുവൽ തോമസ് ആണ് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ ജയിലർ 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രൊമോ പുറത്തിറങ്ങിയിരുന്നു. ഒരു ഗംഭീര പ്രൊമോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പടത്തിൽ ഇപ്പോൾ നണ്ടപുരി ബാലകൃഷ്ണൻ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ന്യൂസ് കേൾക്കുന്നുണ്ട്. അത് ആളുടെ പുതിയ പടം ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ്നാട്ടിൽ റിലീസാവുന്നുണ്ട്. അപ്പോൾ നെൽസൺ ദിലീപ്കുമാർ ഒന്ന് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു കേൾക്കണം തോന്നുന്നുണ്ട്, അല്ലാതെ അതിലുണ്ടാവാൻ ചാൻസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ MMN മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായൺ പടത്തിന്റെ ശ്രീലങ്ക ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയി എന്നുള്ള പറഞ്ഞിരുന്നു. ഞാൻ അടുത്ത ഷെഡ്യൂൾ ഈ 18 എറണാകുളത്ത് വെച്ച് തുടങ്ങുന്നതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും വേറെ ലെവലിൽ സാധനമായിരിക്കും. പിന്നെ ശ്രീലങ്കയിൽ നിന്ന് അടുത്ത് ഒരു കിടിലം ഫൈറ്റ് സീനാന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു മമ്മൂട്ടിയുടെ. എന്തായാലും ഗംഭീരമായി വരട്ടെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.